കാസർഗോഡ് 17-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. അച്ഛൻ അതിക്രമം നടത്തിയതായും 2 വർഷം മുൻപ് അമ്മാവനും കഴിഞ്ഞ മാസം മറ്റൊരാളും പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. ഭയം കാരണം ആരോടും ഇക്കാര്യം പെൺകുട്ടി പറഞ്ഞിരുന്നില്ല. കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ പരാതി പ്രകാരം മറ്റൊരു പോക്സോ കേസും അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്തു. 17-കാരനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കെ.വി. ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതയല്ല എന്ന് തെളിയിക്കുന്ന അങ്ങേയറ്റം ഭയാനകമായിട്ടുള്ള ഒരു വാർത്തയാണിത്. അതായത് ഭയം കാരണം സ്വന്തം അച്ഛനും അമ്മാവനും ഉൾപ്പെടെ ലൈംഗികമായി ചൂഷണം ചെയ്ത കാര്യം ഭയം കാരണം പുറത്തുപോലും പറയാൻ കഴിയാത്ത അവസ്ഥ. ഏറ്റവും ഒടുവിൽ കൗൺസിലിങ്ങിലൂടെ പുറത്തു വരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഈ ലൈംഗിക ചൂഷണം ഉണ്ടായത്? മൊത്തം ഒരു 3 പേരുള്ള, അതായത് അച്ഛൻ അമ്മാവനെ കൂടാതെ എന്താണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? ടോമേ, നമുക്ക് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു വാർത്ത. നമ്മുടെ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന വാർത്ത. മാത്രമല്ല, ആരാണോ ഇവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അനീതി നടക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. അതായത് 10 വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ സ്വന്തം പിതാവ് ലൈംഗികമായി പീഡിപ്പിക്കുമായിരുന്നെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കുട്ടിക്ക് ഇപ്പോൾ 17 വയസ്സാണ്. അതായത് 7 വർഷമായി ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു ഈ പിതാവ്, സ്വന്തം പിതാവ്. അതോടൊപ്പം ഇയാളുടെ ഭർത്തൃ സഹോദരൻ ഇത്തരത്തിൽ 2 വർഷം മുൻപ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന ഒരു വിവരം കൂടി ഇതിൽ പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിലായി 2 മാസങ്ങൾക്ക് മുൻപ് അവിടെയുള്ള ഒരു നാട്ടുകാരനായ വിജയൻ എന്ന് പറയുന്നയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നും ഇപ്പോൾ അമ്പലത്തറ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ സ്വന്തം പിതാവും അതുപോലെ തന്നെ അമ്മാവനും ഒപ്പം നാട്ടുകാരും ഉൾപ്പെടെ പീഡിപ്പിച്ച ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കുട്ടി കൂടുതൽ ആളുകളുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഏതായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സംഭവം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടതിനെ തുടർന്നാണ് കൗൺസിലിംഗിന് വിധേയമാക്കുന്നത്. ഈ കൗൺസിലിംഗിലാണ് ഈ കുട്ടി ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഭയം കാരണമാണ് താൻ ഈ വിവരം പുറത്തു പറയാതിരുന്നതെന്നാണ് ഈ കുട്ടി കൗൺസിലിംഗിന് ഇടെ വ്യക്തമാക്കിയത്. അതായത് സ്വന്തം പിതാവാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം ചെയ്യുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും അമ്പലത്തറ പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നാട്ടുകാരനായ വിജയൻ എന്ന് പറയുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ പിതാവിനെയും അതുപോലെ തന്നെ ഭർത്തൃ സഹോദരനെയും അവരെ 2 പേരെ ഇനി കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ്. അതായത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നതാണ് ഈ കേസ്. ഇതും ഇതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ആദ്യം പറഞ്ഞ കേസിൽ 17 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 3 കേസുകളാണ്, പോക്സോ കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പിതാവും അമ്മാവനും ഇനി പിടിയിലാകാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ രാവിലെ ഇന്ന് ലഭിച്ചത്. അതായത് ഒരുപാട് പീഡനം, ഇത്തരത്തിൽ പെൺകുട്ടികൾ പീഡനം ഏൽക്കേണ്ടി വരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സ്വന്തം പിതാവ് തന്നെ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ദുരനുഭവം, അതും 7 വർഷത്തോളം നിരന്തരമായി ഈ കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ടായിരുന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാലും പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളിലെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അതിദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് നേരിട്ടത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ സംരക്ഷണം നൽകേണ്ട സ്വന്തം പിതാവിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണത്തിന് ആ പെൺകുട്ടിക്ക് ഇരയാകേണ്ടി വരുന്നു. 7 വർഷത്തോളം ലൈംഗിക ചൂഷണം നേരിടുന്നു. ഇത് സ്വന്തം അമ്മയോടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടോ ഇക്കാര്യം തുറന്നു പറയാൻ പെൺകുട്ടിക്ക് ആ വീട്ടിൽ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല, ഇത് എങ്ങനെയാണ് ഇക്കാര്യം പുറത്തു വരുന്നത്? ഈ സ്കൂളിലെ കൗൺസിലിങ്ങിനാണെന്ന് പറയുന്നുണ്ട്. അതോ ഈ വിഷയത്തെക്കുറിച്ച് മറ്റു വീട്ടുകാർക്ക്, അമ്മ ഉൾപ്പെടെ മറ്റു വീട്ടുകാർക്ക് അറിവുള്ളതായിരുന്നോ? അവരും ഭയം കാരണം, ഈ പിതാവിനോടുള്ള അല്ലെങ്കിൽ അച്ഛനോടുള്ള ഭയം കാരണം ഇക്കാര്യം പുറത്തു പറയാതിരുന്നതാണോ, പരാതിപ്പെടാതിരുന്നതാണോ? ടോമെ, പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഈ കുട്ടി ഭയം കാരണം ഇത് ആരോടും തന്നെ പുറത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല.
ഈ കുട്ടിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതരാണ് ഇത്തരത്തിൽ കൗൺസിലിംഗ് നടത്താൻ നിർദ്ദേശിച്ചത്. അതേ തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് ഈ കുട്ടി മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കിയത്. എന്തായാലും ഈ സ്വന്തം പിതാവ് തന്നെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു, അതും 7 വർഷത്തോളം നിരന്തരമായി കുട്ടിയെ പീഡിപ്പിച്ചെന്ന വസ്തുത ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് മുന്നിൽ ഈ കുട്ടി വിവരിക്കുകയായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ അമ്മാവൻ കൂടി തന്നെ പീഡിപ്പിക്കാറുണ്ട്, അതായത് 2 വർഷങ്ങൾക്ക് മുൻപ് ഈ 2 വർഷത്തിനിടയിലാണ് ഈ അമ്മാവനും ഇത്തരത്തിൽ പീഡനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരനായ ഒരാൾ ഇത്തരത്തിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന ഒരു കാര്യം കൂടി ഈ കൗൺസിലിംഗിനിടയിൽ പുറത്തു വരുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ ആളുകൾ ഈ കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ പിതാവിനെ ഇനി കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്നും ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ കുട്ടിയുടെ അമ്മാവിനെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഏതായാലും ഇവർ ഇപ്പോൾ ഒളിവിൽ പോയിട്ടുണ്ട്, പക്ഷേ പോലീസ് ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ അറസ്റ്റിലായ വിജയനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം ഇനി കൂടുതൽ വ്യക്തത ഈ പിതാവിനെ കൂടി കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ പോലീസിന് ലഭിക്കൂ. എന്തായാലും ഈ കുട്ടി വിവരങ്ങളെല്ലാം കൃത്യമായി കൗൺസിലിംഗിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ എഫ്ഐആറിൽ കൃത്യമായി ഈ കാര്യങ്ങൾ, ഈ കുട്ടിയുടെ നേരത്തെ നേരിട്ട ദുരനുഭവവും ഒക്കെ അതിൽ കൃത്യമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ എഫ്ഐആറിൽ വകുപ്പുകൾ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഈ പിതാവിനെയും ഒപ്പം അമ്മാവിനെയും അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അമ്പലത്തറ പോലീസ് വ്യക്തമാക്കുന്നത്. അതിനായുള്ള ഇവരെ കണ്ടെത്താനായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. യെസ്, ബൈജു, ഇതോടൊപ്പം ബൈജു നേരത്തെ സൂചിപ്പിച്ചു ഈ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ തന്നെ മറ്റൊരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. ഒരു 17-കാരനാണ് ആ കേസിലെ പ്രതി, 16-കാരിയാണ് ഇര. അതിന് ഈ പ്രണയം നടിച്ചുള്ള പീഡനമായിരുന്നോ? അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ഈ 16 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ഒരു വിവരം മാത്രമാണ് നമുക്ക് പുറത്തു വരുന്നത്. പോക്സോ കേസായതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, എഫ്ഐആർ ഉൾപ്പെടെയുള്ള പകർപ്പ് ലഭിക്കാൻ സാധിക്കില്ല. ആ കാര്യത്തിൽ പോലീസ് ഈ വിദ്യാർത്ഥിയെ 17 വയസ്സുകാരനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഇതിൽ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിൽ സമാനമായ ഒരു കേസ് മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. അതും 17 വയസ്സുകാരനും ഇതുപോലെ തന്നെ 16 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസാണ്. അത് പ്രണയം നടിച്ച ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പീഡനമായിരുന്നു. അത് ഗർഭിണി ആകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് ഈ നേരത്തെ സൂചിപ്പിച്ച 17 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 3 എഫ്ഐആർ പോക്സോ കേസ് പ്രകാരവും ഈ 16 വയസ്സുകാരി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തന്നെ 16 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരു എഫ്ഐആർ, ഇത്തരത്തിൽ 4 എഫ്ഐആർ ആണ് ഇത്തരത്തിൽ ഇപ്പോൾ അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഈ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഇതിലൊരു 17 വയസ്സുകാരനാണ് പ്രതി എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് ഏത് രീതിയിലുള്ള ലൈംഗിക പീഡനമാണ്? ഒരു പക്ഷേ ഇത്തരം കേസുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം അത് ഈ പ്രണയം നടിച്ചുള്ള നിരവധി ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു അവസ്ഥയാവാനുള്ള ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് അമ്പലത്തറ പോലീസിന്റെ ഭാഗത്ത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള നിലവിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കേസായി മാറുന്നത് ഈ 17 വയസ്സുകാരിയെ നിരന്തരം 7 വർഷത്തോളം സ്വന്തം പിതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആ കേസ് തന്നെയാണ്. അതിൽ ഏതായാലും ഇവരെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമമാണ് അമ്പലത്തറ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഇവർ അറസ്റ്റിലാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതും. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് 17-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് അച്ഛനും അമ്മാവനുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊരാൾ കൂടി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. 10 വയസ്സ് മുതൽ ഈ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നു. ഏകദേശം 7 വർഷത്തോളം അച്ഛൻ പീഡിപ്പിച്ചു, 2 വർഷത്തോളം അമ്മാവൻ ലൈംഗികമായി ചൂഷണം ചെയ്തു. ഇതോടൊപ്പം അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ തന്നെ മറ്റൊരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 16-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ 17-കാരനെതിരെയാണ് പോലീസിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത്.